ഹരി ഓം. 79ാമത്തെ സ്തുതി ഭഗവത് പത്നിമാരുടെ വിവാഹ വൃത്താന്തം. ഇത് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം 83ാം അധ്യായം 6 മുതൽ 17 വരെ, 39 മുതൽ 43 വരെ ശ്ലോകങ്ങൾ. ഒരിക്കൽ ഒരു സൂര്യഗ്രഹണ കാലത്ത് രാമകൃഷ്ണന്മാർ കുരുക്ഷേത്രത്തിൽ പോയി. അവിടെ ക്ഷത്രിയ കുലക്ഷയം വരുത്തിയിട്ട് പണ്ട് പരശുരാമൻ തീർത്ഥ സമന്ത പഞ്ചകം എന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്തു. അവിടെ ഭീഷ്മർ, ദ്രോണർ, പാണ്ഡവ കൗരവന്മാർ ഭാര്യമാരൊത്തും മുനിമാരും നന്ദഗോപർ, ഗോപന്മാർ, വിരഹത്താൽ ദുഃഖിതരായ ഗോപസ്ത്രീകളെയും അവിടെ വെച്ച് കണ്ടു. അവരെല്ലാം അന്യോന്യം ആലിംഗനം ചെയ്ത് രോമാഞ്ചമണിഞ്ഞു. ഭാര്യമാരൊത്ത കൃഷ്ണനെ കണ്ട് ആ സൗന്ദര്യത്തിൽ അവർ വിസ്മയിച്ചു. രാമകൃഷ്ണന്മാർ അവരെ ഒക്കെ വേണ്ട പോലെ സത്കരിച്ചു. രാമകൃഷ്ണന്മാർ പിതാക്കളെ കണ്ടിട്ടൊന്നും മിണ്ടാനാകാതെ നിന്നു. ദേവകിയും രോഹിണിയും വ്രജനായികയായ യശോദയെ ആലിംഗനം ചെയ്തു. അവരുടെ കുട്ടികളെ കാത്തു സൂക്ഷിച്ച് വളർത്തിയത് അനുസ്മരിച്ചു. യശോദ രാമകൃഷ്ണന്മാരെ മടിയിലിരുത്തി ലാളിച്ചു. വളരെ കാലമായി കാണാതിരുന്ന ഗോപസ്ത്രീകളെ ഭഗവാൻ ഏകാന്തത്തിൽ ആലിംഗനം ചെയ്ത് ക്ഷേമാന്വേഷണം നടത്തി. കൃഷ്ണനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുമെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ ഭഗവാൻ എല്ലാവരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദവ കൗരവ സ്ത്രീകൾ ഗോവിന്ദന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേൾക്കാം. ദ്രൗപദി ഉവാച ഹേ വൈദ്യർഭ്യച്യുതോ ഭദ്രേ, ഹേ ജാംബവതി കൗസലേ, ഹേ സത്യഭാമേ കാളിന്ദി, ശൈബ്യേ രോഹിണീ ലക്ഷ്മണേ, ഹേ കൃഷ്ണപത്നിയേതന്നോ ബ്രൂതവോ ഭഗവാൻ സ്വയം, ഉപയേമേ യഥാ ലോക അനുകുർവൻ സ്വമായയാ. ദ്രൗപദി പറഞ്ഞു, രുക്മിണി, ഭാമേ, കളിന്ദജെ, കൗസലേ, ലക്ഷ്മണേ, മിത്രവിന്ദേ, ജാംബവതി, ഭദ്രേ, ഹരിവല്ലഭകളായ നിങ്ങളെ എങ്ങനെ കൃഷ്ണൻ വിവാഹം ചെയ്തു എന്ന് ഞങ്ങളോട് പറയുവിൻ. ഭഗവത് പത്നിമാർ സ്വന്തം വിവാഹകഥ ചുരുക്കി പറയുന്നു. രുക്മിണ്യുവാച ചൈത്യായമാർപ്പൈതുമുദ്യത കാർമുകേഷു രാജസ്വജേയ ഭടശേഖരിതാംഘ്രിരേണു, നിന്നെ മൃഗേന്ദ്ര ഇവ ഭാഗമജാവിയൂഥാത്, ശ്രീനികേത ചരണോസ്തു മമാർച്ചനായ. രുക്മിണി പറഞ്ഞു, എന്നെ ശിശുപാലന് കൊടുക്കുവാനായി രാജാക്കന്മാരെല്ലാം ജരാസന്ധൻ, രുക്മി മുതലായവർ വില്ലും പിടിച്ചു നിൽക്കവേ അജയ്യനായ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട എന്നെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും സിംഹം തന്റെ ഭാഗം എടുക്കുന്നതുപോലെ കൊണ്ടുപോയി ഭഗവാൻ വിവാഹം ചെയ്തു. ആ പാദപത്മങ്ങൾ എന്റെ അർച്ചനക്കായി ഭവിക്കണം. സത്യഭാമോ വാച യോ മേ സനാഭിവദ തപ്തഹൃദാ തതേന, ലിപ്താഭിശാപമർഷ്ടുമുപജഹാര, ജിത്വക്ഷരാജമദരത്നമദസതേന, ഭീതപിതാദിശതമാം പ്രഭവേ വിദത്ത. സത്യഭാമ പറഞ്ഞു, അച്ഛന്റെ സോദരൻ മരിച്ചതിലുള്ള ദുഷ്കീർത്തി തീർക്കുവാൻ ജാംബവാനെ ജയിച്ച് ശമന്തകരത്നം അച്ഛന് കൊണ്ടുവന്നു കൊടുത്തു. മറ്റൊരാൾക്ക് നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഭഗവാനെ ഭയന്ന് എന്നെ അദ്ദേഹത്തിന് തന്നെ നൽകി. ജാംബവത്യുവാച പ്രാജ്ഞായ ദേഹകൃതമും നിജനാഥദേവം, സീതാപതീന്ദ്രണവഹാന്യ പുനാഭ്യയുധ്യതേ, ജ്ഞാത്വാ പരീക്ഷിത ഉപാഹരദർഹണം മാം, പാദോ പ്രഗൃഹ്യ മണിനാഹമമുഷ്യദാസീ.
ജാമ്പവതി പറഞ്ഞു, തന്റെ സ്വാമിയായ സീതാപതിയാണെന്നറിയാതെ അച്ഛൻ ഇദ്ദേഹവുമായി 27 ദിവസം യുദ്ധം ചെയ്തു. അവസാനം ഭഗവാന്റെ കാലുപിടിച്ച് സമന്തരത്നവും എന്നെയും കാഴ്ചയായി നൽകി. അതിനാൽ എന്നും ഞാൻ ആ പുണ്ടരീകാക്ഷന്റെ ദാസിയാണ്. കാളിന്തി ഉവാച തപശ്ചരന്തീവാജ്ഞായ സ്വപാദസ്പർശനാശയാ സഖ്യോപേത്യാഗൃഹീത് പാണിം യോഹം തദ്ഗ്രഹമാർജനീ. കാളിന്തി പറഞ്ഞു, ഭഗവത് പാദ സ്പർശനം ആഗ്രഹിച്ച് ഞാൻ തപസ് ചെയ്തു. അതറിഞ്ഞ് അർജുനനോടുകൂടി വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്തു. അന്ന് തൊട്ട് ഭഗവാന്റെ ഗൃഹത്തിലെ ദാസിയായിത്തീർന്നു ഞാൻ. മിത്രവിന്ദോ വാച യോ മാം സ്വയംവര ഉപേത്യ വിജിത്യ ഭൂപാൻ നിന്നേശ്വയൂഥഗമിവാത്മബലിം ദ്വിപാരി ഭ്രാതൃംശ്ച മേ പകുരുത സ്വപുരം ശ്രിയൗക തസ്യാസ്തു മേ അനുഭവമംഘ്ര്യവനേ ജനത്വം. മിത്രവിന്ദ പറഞ്ഞു, എന്റെ സ്വയംവര മണ്ഡപത്തിൽ വന്ന് എല്ലാ രാജാക്കന്മാരെയും എന്റെ സോദരരെയും ജയിച്ച് എന്നെയും കൊണ്ടുപോന്നതാരോ അദ്ദേഹത്തിന്റെ കാലു കഴുകാൻ എനിക്കെന്നും ഭാഗ്യമുണ്ടാകണം. സത്യവാച സപ്തോക്ഷണോദിബലവീര്യസുതീഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദ ഹനസ്തരസാ നിഗൃഹ്യ ക്രീഡൻ ബബന്ധ യഥാ ശിശവോ ജതോകാൻ യയിത്തം വീരശുൽക്യാം മാം ദാസീഭിഃ ചതുരംഗിണീം പതിനിർജിത്യ രാജന്യാൻ നിന്നേ തദ്ദാസ്യമസ്തു മേ. സത്യ പറഞ്ഞു, രാജാവിന്റെ വീര്യം പരീക്ഷിച്ചു വേണം കന്യകയെ കൊടുക്കാൻ എന്ന് അച്ഛൻ നിശ്ചയിച്ചു. കൂർത്ത കൊമ്പും മതിച്ച ഗർവുമുള്ള 7 കാളകളെ അതിനായി രക്ഷിച്ചു പോന്നു. ഭഗവാൻ ലീലയായി ആ കാളകളെ ബന്ധിച്ചു ആട്ടിൻകുട്ടികളെ പിടിച്ചു കെട്ടുന്നതുപോലെ വീര്യശുൽക്കമായി എന്നെ ചതുരംഗ ബലത്തോടും ദാസിമാരോടും ഒപ്പം അദ്ദേഹത്തിന് നൽകി. വഴിയിൽ വെച്ച് എതിർത്തു വന്ന നാനാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് ദ്വാരകയിലെത്തിയ ആ മായാമയന് ഞാൻ എന്നും എന്നും ദാസിയായി ഭവിക്കണം. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈ അസ്യ മേ പാദ സംസ്പർശോ ഭവേജ്ജന്മനി ജന്മനി കർമ്മഭിർബ്രാമ്യമാണായ യേന തശ്രേയ ആത്മനഃ. ഭദ്ര പറഞ്ഞ, അല്ലയോ പാഞ്ചാലി, ഞാൻ മാതുലപുത്രനായ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ചിരുന്നു. അച്ഛൻ അദ്ദേഹത്തിനെ വിളിച്ച് എന്നെ തോഴിമാരോടും സൈന്യങ്ങളോടും ഒപ്പം നൽകി. കൈവല്യം ലഭിക്കുന്ന ഹരിപാദ സ്പർശനം എനിക്ക് എല്ലാ ജന്മത്തിലും ലഭിക്കട്ടെ. ലക്ഷ്മണോ വാച മമാപി രാജ്ഞച്യുത ജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഃ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ സംസംസ്യ വിഹായ ലോകപാൻ ജ്ഞാത്വാ മമ മതം സ്വാധി പിതാ ദുഹിതൃവത്സല ബൃഹൽസേന ഇതി ഖ്യാതസ്തത്രോപായമചീകരത് യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യപാർത്ഥേപ്സയാ കൃതഃ അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ സ ജലേ പരം. ലക്ഷ്മണ സ്വന്തം വിവാഹ കഥ വിസ്തരിച്ചു പറയുന്നു. അല്ലയോ രാജ്ഞി, നാരദൻ പലപ്പോഴും പറഞ്ഞ് ഞാൻ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുകുന്ദനിൽ ആസക്തയായി. ബൃഹൽസേനൻ എന്ന് വിഖ്യാതനായ എന്റെ അച്ഛൻ എന്റെ മനസ്സറിഞ്ഞിട്ട് ഒരു യന്ത്രമുണ്ടാക്കി. ഭവതിക്ക് ഭർത്താവായി അർജുനൻ വരാൻ ഭവതിയുടെ അച്ഛൻ ഉണ്ടാക്കിയതുപോലെ ഒരു യന്ത്രം.
വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബം നോക്കി മത്സ്യത്തെ എയ്ത് മുറിക്കണം. അനേകം രാജാക്കന്മാർ വന്നു പരിശ്രമിച്ചു പരാജയപ്പെട്ടു. കർണനും ഭീമനും ദുര്യോധനനും വില്ലു വലിച്ചു കെട്ടി. പക്ഷെ അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. അർജുനന്റെ ശരം മത്സ്യത്തെ കൊണ്ടെങ്കിലും അതിനെ ഛേദിച്ചില്ല. എല്ലാവരും തോറ്റുമടങ്ങിയപ്പോൾ ശ്രീഹരി വില്ലെടുത്ത് ഞാണു വലിച്ചുകെട്ടി അസ്ത്രം അയച്ച് മത്സ്യത്തെ നിലത്തു വീഴ്ത്തി. ഞാൻ പുതുവസ്ത്രങ്ങളും ഭൂഷണങ്ങളും അണിഞ്ഞ് വേദിയിൽ ചെന്ന് ആ ദേവനെ മാലയിട്ടു. സ്പർദ്ധയേറിയ ചില രാജാക്കന്മാർ എതിർത്തു വന്നു. കണ്ണൻ തേരിലേറി ബാണങ്ങളാൽ അവരെ തോൽപ്പിച്ചു വിട്ടു. പിന്നെ ആ തേരിൽ ഞങ്ങൾ ദ്വാരകയിലെത്തി. എന്റെ അച്ഛൻ ബന്ധുക്കൾക്കൊക്കെ വസ്ത്രഭൂഷാദികൾ നൽകി അർച്ചിച്ചു. ശ്രീകൃഷ്ണൻ അനേക ശ്രേഷ്ഠമായ ആയുധങ്ങളും എന്റെ അച്ഛൻ നൽകി. അങ്ങനെ ഞങ്ങൾ പത്മനാഭന്റെ ഗൃഹദാസികളായി കഴിയുന്നു. മറ്റു ഭാര്യമാർ പറഞ്ഞു, മഹിഷ്യാ ഊചുഹു ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധ ജ്ഞാത്വാദനക്ഷിതിജയേജിതരാജകന്യാ നിർമുച്യ സംസൃതി വിമോക്ഷമനുസ്മരന്തി പാദാംബുജം പരിണിനായ ആപ്തകാമ നവയം സ്വാധി സാമ്രാജ്യം സ്വാരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാഹരേ പദം കാമയാമഹയേതസ്യ ശ്രീമത്പാദരജശ്രിയ കുചകുങ്കുമഗന്ധാഢ്യാമൂർധ്നാവോടുംഗദാഭൃത വ്രജസ്ത്രിയോ യദ്വാഞ്ഛന്തി പുളിന്ത്യസ്തൃണവീരുത ഗാവശ്ചാരയതോ ഗോപാ പാദസ്പർശം മഹാത്മനഃ. നരകൻ ഞങ്ങളെ പിടിച്ച് സ്വന്തം പുരത്തിലിട്ട് പീഡിപ്പിച്ചു. മോചനത്തിന് ഞങ്ങൾ ഭഗവാന്റെ പാദാംബുജങ്ങളും സ്മരിച്ചു. അതറിഞ്ഞ് ഭഗവാൻ എത്തി ഞങ്ങളെ മോചിപ്പിച്ച് വിവാഹം ചെയ്യുകയും ചെയ്തു. ആ ഭഗവാൻ പാദപാംസുക്കൾ തലയിൽ ചൂടുന്നതിനല്ലാതെ ചക്രവർത്തിയാകാനോ ഇന്ദ്രലോകമോ വിഷ്ണുലോകമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താൻ ഭഗവാന്റെ ദാസിയാണെന്നും ഭഗവത് പരിചരണമാണ് തന്റെ കർത്തവ്യമെന്നും ഓരോ പത്നിയും കരുതിയിരുന്നു. അവരെല്ലാവരും സംതൃപ്തകളും ആയിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.